വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൗൺസിലർ സുഗതൻ പിടിയിലായി. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സുഗതനെ പിടികൂടുന്നതിനിടെ അനുയായികൾ പോലീസിനെ വളഞ്ഞു. തൊട്ടു പിന്നാലെയാണ് SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചത്. 2 ദിവസം കൂടെ എനിക്ക് അന്വേഷണം ബോസാണ്. അന്വേഷണം ഹാരാമൻ 2 ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് വെടിവെച്ചു. എന്റെ കൊച്ചിനെ മയനായിട്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. രജിത്ത്, സൂചിപ്പിച്ച പോലെ തന്നെ വധശ്രമ കേസിൽ ഒളിവിലായിരുന്നു സുഗതൻ. നേരത്തെ തന്നെ ഇയാൾ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. പക്ഷേ പിടികൂടാൻ പോലീസിന് അതിസാഹസികതയൊക്കെ കാണിക്കേണ്ടി വന്നു. തീർച്ചയായും വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറാണ് സുഗതന് നേരത്തെ തന്നെ ഈ വട്ടിയൂർക്കാവ് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിപിടി കേസിൽ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സുഗതനെതിരെ കേസുണ്ടായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിഷേധിച്ച സാഹചര്യത്തിലാണ് പോലീസ് 7-ാം തീയതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു കോടതിയിൽ നിന്നും. ആ നിർദ്ദേശം പാലിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇയാൾ വീട്ടിലുണ്ടെന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ രാത്രി 12 മണിയോടെ ഇയാളുടെ വീട്ടിൽ വളയുകയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ വലിയൊരു പ്രതിരോധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത്. സുഗതൻ്റെയും സഹോദരൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിരോധമുണ്ടായി. ആ പ്രതിരോധത്തിൽ പ്രവർത്തകർ അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു, നാട്ടുകാർ അടക്കം എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രതിരോധത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് CI വിപിൻ വെടിയുതിർത്തത്. അദ്ദേഹം ആകാശത്തേക്ക് വെടിവെക്കുകയും ആളുകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് വെടിയുതിർത്തത് എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ വിപിനും അതുപോലെ തന്നെ SI ആയിട്ടുള്ള അഭിജിത്തിനും പരിക്കുമേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലുമാണ്. നിലവിലിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ സമയത്താണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങുന്നത്. അങ്ങനെ ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തിയത്. ഈ സംഘർഷത്തിനിടയിൽ ഇയാളുടെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യയെ പിടിച്ചു തള്ളുകയും മകളെയും കുഞ്ഞിനെയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാണ് ഭാര്യ ആരോപിക്കുന്നത്. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും. ശരി, വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന BJP കൗൺസിലർ സുഗതനെ പോലീസ് പിടികൂടി. സുഗതൻ നേരത്തെ തന്നെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. വധശ്രമ കേസിൽ സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.